ഇതിപ്പോൾ എൻ്റെ ഒരു കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഈ ഒരു മഴവിൽ ഡ്രസ്സ് മാറിയിടുന്നത്. ക്രിസ്മസ് ഒക്കെ ആയിട്ടാണെങ്കിൽ എല്ലാവരും പുതിയ ഡ്രസ്സും കാലൊക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മാത്രം ഡ്രസ്സില്ല. ഈ അണ്ണനാണെങ്കിൽ ഫുൾ ടൈം കിടന്ന് ഉറക്കം തന്നെ ഉറക്കം. ദാ ഇപ്പം നോക്കുമ്പോൾ ഉറക്കം ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഏകദേശം ഉച്ച സമയം ആവാറായിട്ടുണ്ട്. ഇപ്പോഴും കിടന്നങ്ങ് ഉറങ്ങണം. എൻ്റെ പൊന്നെണ്ണ ഇന്നെങ്കിലും വരുമോ? ഇന്നാണ് നമ്മൾ ഡ്രസ് ഷോപ്പിൽ പോകാമെന്നാണ് വാക്ക് പറഞ്ഞത്. നമുക്ക് പോയേ എടാ പറ്റത്തുള്ളൂ. ഷിൻചാൻ ഇന്നലെ തന്നെ വീഡിയോ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഡിലേ ആയി. അതാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത്. കുറച്ച് കഴിഞ്ഞു വല്ല പോവാടാ ഷിൻചാനെ. അതൊന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല. അണ്ണൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് ഹുഡിയും കാലൊക്കെ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. നമുക്ക് അതോടെ കളക്ട് ചെയ്യണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ പിന്നെ അത് ആരെങ്കിലും എടുത്ത് കൊടുത്ത് തന്നെ പറയണില്ല. ഈ ഇവനോട് എത്ര പറഞ്ഞാലും ഇവൻ കേൾക്കത്തില്ല. എന്തായാലും നമുക്ക് ആ ഒരു ഹുഡിയും കാലൊക്കെ പോയി കളക്ട് ചെയ്തിട്ട് വരാം. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷനും കാലൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നീ ഈ വീഡിയോക്ക് 100 ലൈക്ക് ആവുകയാണെങ്കിൽ നമ്മുടെ ഷിൻചാനായിട്ട് നമ്മളൊരു ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോ കാലൊക്കെ അപ്ലോഡ് ചെയ്തായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചിട്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നോക്കാം. അണ്ണാ അതൊക്കെ ഇരിക്കട്ടെ. ഈ ഒരു പാട്ട വണ്ടി എന്നാ മാറുന്നത്? കുറേ നാളുകൊണ്ട് ഇത് തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇത് 2008 മോഡൽ ഏതൊരു കാറല്ലേ. നമുക്കൊരു പുതിയ കാറൊക്കെ അതെ, ഇറക്കട്ടെ. എനിക്ക് കാറിനെ പറ്റിയൊരു വ്യക്തമായ ഐഡിയ ഇല്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ നോക്കുക. നമ്മൾ ഷിൻചാന് പുതിയ ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ടോ, അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ആൾറെഡി അവൻ അറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു കാറും കാലൊക്കെ എടുക്കാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കമൻറ്റിന് ലൈക്ക് വരുന്ന ഒരു കാറും കാലൊക്കെ നമുക്ക് എന്തായാലും ഷിൻചാന് വേണ്ടി എടുത്തു അണ്ണാ കൊടുക്കുന്നതായിരിക്കും. എനിക്കൊരു ഡോഡ്ജ് ഹെൽക്കാറ്റ് പേഴ്സണലായിട്ട് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഒരു സുപ്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഓഫ് റോഡിന് നമുക്ക് ഏതെങ്കിലും ഒരു SUV-യിൽ വരുന്ന നമുക്കൊരു ജിമ്മിയോ അങ്ങനെ ഏതെങ്കിലും ഒരു കാർ എടുത്താൽ എടാ, നീ കൊള്ളാമെന്നുണ്ട്. ഈ പറഞ്ഞ കാറുകൾ നമ്മുടെ സിറ്റിയിൽ ഉണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ്. കാരണം ഇതെല്ലാം എക്സ്പെൻസീവായ കാറല്ലേ. സിമിയോൻ്റെ ഷോറൂമിൽ കാണാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. നമുക്ക് എന്തായാലും ഒരു ദിവസം അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ക്രിസ്മസിൻ്റെ ഒരു ടൈമൊക്കെ ആവട്ടെ. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിൽ ഏത് കാറാണ് കമൻറ്റ് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു കാറും കാലൊക്കെ നിനക്ക് എടുത്തു തരാൻ നോക്കാം. അണ്ണാ എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു എൻ്റെ ഒരു മഴവില്ല് ഡ്രസ്സ് ഇന്നത്തോടു കൂടി മാറ്റാൻ പറ്റില്ല. കുറേ ആൾക്കാരാണെങ്കിൽ എന്നെ കളിയാക്കലാണ് ഈ മഴവില്ലാന്നോ ആടാ, ചോദിക്കുന്നത്. അതൊക്കെ എന്തായാലും ഇന്നത്തോടു കൂടി മാറല്ലോ ചേച്ചി. ഇവനൊരു നല്ലൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യണം. പിന്നെ എനിക്കൊരു കസ്റ്റമൈസ്ഡ് ഹുഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതെവിടെയാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഇട്ട് നോക്കാം. നിങ്ങളെ കോസ്റ്റ്യൂമും കാലൊക്കെ എന്റെ പുറകിലുള്ള ആ ഒരു റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കൊച്ചു പയ്യൻ്റെത് ഫ്രണ്ടിലാണ്. അപ്പൊ അവൻ എന്തായാലും അവിടെ നിന്ന് ഡ്രസ്സ് പാടിട്ടെ. നിങ്ങൾ ഡ്രസ്സ് ഇട്ടാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ബാക്കിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ ഹുഡി ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നല്ല ടാസ്ക്കാണ്. ഇതിൽ കുറേ കിടപ്പോട് ടീഷർട്ടും കാലൊക്കെ. പക്ഷേ ഇതൊന്നും അല്ല ഗൈസ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മുടെ ലോഗോയും കാലൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പേരും കാര്യം, ചാനലിലെ പേരും കാര്യമുള്ള ഒരു കിടിലം പോലത്തെ ഒരു ഹുഡിയാണ് ഗൈസ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അത് എവിടെ നിന്നാണ് കണ്ടുപിടിക്കണം. അത് കുറച്ച് പണിയുള്ളതാണ് ഗൈസ്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഗൈസ് ഇതാണ് ഗൈസ് നമ്മളെ ഹുഡിയും കാലൊക്കെ. എന്തായാലും ഹുഡി എങ്ങനെയാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കുക. എന്തായാലും ബാക്കിൽ നമ്മൾ ജസ്റ്റ് ആ ലോഗോയും കാലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് നമ്മുടെ പേരും കാലൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും കിടിലം പോലത്തെ ഒരു ഹുഡിയും കാലൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ട്രൗസറും കാലം കൂടെ മാറ്റുന്നില്ല. കാരണം ട്രൗസർ നമ്മൾ ആൾവേസ് അത് തന്നെ ആയിരിക്കും. കാരണം ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഒരു രസം കാണത്തില്ല. പിന്നെ നമ്മളെ മുടിയും കാലം വെട്ടി കഴിഞ്ഞാലും ഇതാണ് നമ്മൾ യഥാർത്ഥ മുടി. ഇനി ഇതിലോട്ട് നമ്മൾ ജസ്റ്റ് ഇനി ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, സ്ട്രെയിറ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്തായാലും ഷിൻചാൻ്റെ ഡ്രസ്സും കാലൊക്കെ എങ്ങനെയാണെന്ന് എന്തായാലും പോയി നോക്കിയിട്ട് വരാം. അണ്ണാ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? കൊള്ളാം. അണ്ണൻ്റെ ഡ്രസ്സ് എന്തായാലും പൊളിച്ചു കേട്ടോ. നല്ല ഡിസൈനൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ ഒരു ഡ്രസ്സ് എനിക്ക് കിട്ടിയാലും കൊള്ളാമെന്നുണ്ട്. ഇതിലാണെങ്കിൽ എനിക്ക് ഏകദേശം 2 ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഈ മഴവില്ല് കളഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയ ഒരു സ്കൈ ബ്ലൂവും കാലൊക്കെയാണ്. പിന്നെ ഒരു ഓറഞ്ച് ഉണ്ട്. പക്ഷേ ഓറഞ്ച് എനിക്ക് എത്രത്തോളം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഇതിങ്ങനെ ഫൈനലി നമ്മളെ ഷിൻചാനും ഡ്രസ്സും കാലൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കും ഡ്രസ്സ് കാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്രിസ്മസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പും കാലം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ക്രിസ്മസ് സെലിബ്രേഷനും കാലൊക്കെ ഉണ്ട്. അതെന്തായാലും നമുക്ക് വരുന്ന ടൈമിൽ നമുക്ക് ചെയ്യാൻ നോക്കാം. ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എങ്ങനെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യണോ വേണ്ടതെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ഷിൻചാൻ ഹാപ്പി ആണെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് എന്തായാലും പിഞ്ചാനെ ഡ്രസ്സ് മാറണം. അവനും കുറേ നാളുണ്ട് ഒരേ സെയിം ഡ്രസ് കോഡ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ അവൻ്റെ ഡ്രസ്സും കാലൊക്കെ നമുക്ക് എന്തായാലും പയ്യനെ കൊണ്ട് മാറ്റാം. എടാ ഷിൻചാൻ, ഇതെന്താ പതിവില്ല? നിൻ്റെ കൂട്ടുകാരൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ. നീ വല്ല വള്ളിക്കെട്ട് കേസുകളിൽ ഒപ്പിച്ച് വെച്ചോടാ. അണ്ണാ അത് പിന്നെ നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ എല്ലാവരെയും വിളിച്ചായിരുന്നു. പക്ഷേ ക്രിസ്മസ് 25-ാം തീയതി ഇനിയും സമയമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇവർ വേറെ എന്തെങ്കിലും ഗെയിം കളിക്കാൻ വന്നതായിരിക്കും. അല്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? വല്ല പ്ലാനെല്ലാം ചെയ്തിട്ടാണ്? ഇവിടെ നമ്മളെ കമലി അതുപോലെ തന്നെ യെല്ലോ ബേബിയൊക്കെ ഉണ്ടല്ലോ. അത് പിന്നെ ഫ്രാങ്കിന് ഞാൻ എല്ലാവരും രക്തം കുടിച്ച് മടുത്തുപോയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഒരു ഹൈ ഡാൻസിങ് കളൊക്കെ നിങ്ങളെ കൂടെ കളിക്കാന്ന്. എന്തായാലും ഞാൻ നിങ്ങളൊന്നും ചെയ്യത്തില്ല. എല്ലാവട്ടം ഞാൻ നിങ്ങളെ ക്രൂരമായി കൊല്ലാറും അതുപോലെ തന്നെ പേടിപ്പിക്കാറുമില്ലേ. ഈ വട്ടം എന്റെ കൂടെ യെല്ലോ ബേബി ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്, പിന്നെ നൊബിതേനെയും ബ്ലൂ ക്രിമിനൽ യെല്ലോ ക്രിമിനലിനെയും അതുപോലെ തന്നെ റെഡ് ക്രിമിനലിനെയും നമ്മളെ സിംഗ സാറിനെയൊക്കെ ഞാനങ്ങ് വിളിച്ച് വരുത്തിയിട്ടുണ്ട്. ഓക്കെയാണ്. അപ്പോൾ എന്തായാലും ഇവർ ഹൈ ഡാൻസ് കളിക്കാൻ വന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അണ്ണൻ തന്നെ പോയി എണ്ണിക്കോ. ഞങ്ങൾ ഒളിക്കാം. ഒരു 5 മിനിറ്റ് സമയം തന്നാൽ മതി. അപ്പോഴത്തേക്ക് എല്ലാവരും ഒളിച്ചു വരില്ല. ഇപ്പോൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. ഏകദേശം നോക്കുവാണെങ്കിൽ ഞാനിവിടെ ചെറുത്ത് 7 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു ഹൈ ഡാൻസിങ് കളിച്ച് കാറിലൊക്കെ കളിച്ച് നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട് അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ എന്തായാലും പോയി കുറച്ച് നേരം ഒരു 5 മിനിറ്റ് എണ്ണാം. അപ്പോഴത്തേക്ക് എല്ലാവരും ഒളിച്ച് കഴിയുമായിരിക്കും. ഇതിപ്പോൾ ഈ ഒരു പൊട്ടൻ ഫ്രാങ്ക്ലിനാണ് എന്നെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വീടിൻ്റെ അകത്ത് വല്ല ഒളിച്ചിരിക്കാൻ നോക്കാം. അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും പുല്ലിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ മുകളിലോ വല്ല നോക്കാം. ഡോർ ഓപ്പൺ ആക്കിയിട്ടാണോ ഡോർ ഓപ്പൺ അല്ല ഗൈസ്. ഡോർ ക്ലോസ് ചെയ്തിട്ടാണ് കിളാൻ പോയെന്ന് തോന്നുന്നത്. അതുകൊണ്ട് എന്തായാലും നമുക്ക് അകത്തോട്ട് അങ്ങനെ കയറാൻ പറ്റത്തില്ല. താഴെ വഴി നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ
അതിലേക്കൂടെ വല്ലോ അകത്തോട്ട് കയറാൻ. എന്തായാലും റൂം എന്തായാലും ഫുൾ ടൈം ഓപ്പൺ ആയിക്കൊണ്ട് നമുക്ക് ആരോ വഴിയോ അല്ല അകത്ത് എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നോക്കാം. എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. ഈ റൂമിൻ്റെ അകത്തൊക്കെ ഇരുന്നാൽ പെട്ടെന്ന് കണ്ടുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു സ്റ്റെയറിൻ്റെ താഴെ ഈ റൂം പൂട്ടിയിട്ടായിരിക്കുകയാണ്. ഇതെല്ലാ റൂമും പൂട്ടിയിട്ടേക്കാണ്. അതുകൊണ്ട് നമുക്ക് ഒരു റൂമിൽ കയറാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു കാര്യം ചെയ്യാം, മുകളിലോട്ട് ഇവിടെ കിച്ചൻ്റെ സൈഡൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് കിച്ചൻ്റെ സൈഡിലോ അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന് നോക്കാം ഗൈസ്. ഇതുണ്ടോ, ഡോർ ലോക്കാണ് ഗൈസ്. അതുകൊണ്ട് ഒരുപാട് പേര് എന്തായാലും അകത്തോട്ട് കയറാനുള്ള ചാൻസും കുറവാണ്. നമ്മളായിരിക്കും മിക്കവാറും അകത്ത് നിൽക്കുന്ന ഏക വ്യക്തി എന്ന് തോന്നുന്നു. ഈ ഒരു ഗൈസ്, ഈ ഒരു കസേരേൻ്റെ ഇടയ്ക്കോട്ട് നമുക്ക് എന്തായാലും കയറിയിരിക്കാം. അപ്പോഴത്തേക്ക് അണ്ണന് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റത്തില്ല. മര്യാദയ്ക്ക് സ്റ്റേഷനിൽ കള്ളന്മാരെ കൂമ്പിലടിച്ചോണ്ടിരുന്ന എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഹൈ ഡാൻസ് ചെയ്തെന്ന് പറഞ്ഞ് സമയം കളയാൻ വേണ്ടി ഇനി ഇതെവിടെ പോയി ഒളിച്ചിരിക്കാൻ. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നീളമുള്ളത് എനിക്കായിക്കൊണ്ട് തന്നെ ഞാൻ എവിടെ വിളിച്ചിരുന്നാലും ഇവൻ കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തൊന്നും കയറി ഒളിച്ചിരിക്കണ്ട, ഇതിന്റെ മൂലയ്ക്ക് വല്ല ഒളിച്ചിരിക്കാം. ഇവിടെ അങ്ങനെ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലമാണ്. മിക്കവാറും ഫ്രാങ്ക്ലിൻ ഇവിടെ വന്ന് നോക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ ഒളിച്ചിരുന്നേക്കാം. ഈ ഒരു ഹൈഡാൻസിക്കൽ എന്തായാലും അവസാനം കണ്ടുപിടിക്കാൻ പോകുന്ന ആള് ഞാൻ അറിയും. കാരണം ഫ്രാങ്ക്ലിന് അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നും ഇല്ല എന്നെ കണ്ടുപിടിക്കാനുള്ള. ഞാൻ എന്തായാലും കുറച്ചിട്ട് പവറും കാലൊക്കെ യൂസ് ചെയ്യും. ഈ കാർഡ് പോസിങ് കാലൊക്കെ ഒന്ന് ഓപ്പൺ ആവുന്നില്ല. ഇതൊന്ന് ഫ്രാങ്ക്ലിൻ വന്നാൽ മാത്രമേ ഓപ്പൺ ആക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് താഴോട്ട് വല്ല പോയി അവിടെ വല്ല ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടോ നോക്കാം മച്ചമാരെ. എനിക്ക് തോന്നുന്നില്ല ഇവിടെയൊക്കെ ഒളിച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. ചെടിയിലെ ബാക്കിലേക്ക് ഇനി താപ്പോട്ട് നമുക്ക് ആ ഒരു ബുഷിന്റെ സൈഡോട്ടൊക്കെ പോയിട്ട് ഇവിടെ ഒരു സീക്രട്ട് റൂം ഉണ്ടെന്നാണ് പറയുന്നത്. അതോ ഒരു സീക്രട്ട് റൂമിൽ കയറാൻ പറ്റുവാണെങ്കിൽ അതിന്റെ അകത്തിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മൂലയ്ക്ക് തന്നെ ഓടിച്ചിരുന്നേക്കാം. ഇവിടെ എങ്ങനെ ആരും വരാനുള്ള ചാൻസ് ഇല്ല. ബേസ്മെന്റിലൊന്നും വന്ന് എന്തായാലും ഫ്രാങ്ക്ലിൻ നോക്കാനും പോകുന്നില്ല. ഫ്രാങ്ക്ലിൻ ഒരിക്കൽ പോലും മനസ്സിൽ കാണാത്ത ഏതെങ്കിലും ഒരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കണം. ആ സ്ഥലത്ത് ഒളിച്ചിരുന്നാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ. അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. വീടിന്റെ അകത്തൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് റിസ്ക് ആണ്. വീടിന്റെ അകത്ത് എന്തായാലും നമ്മൾ പോയി ഒളിക്കുന്നില്ല. പിന്നെ ഈ ഒരു മൂലയ്ക്ക് പോയി കഴിഞ്ഞാലും ഇവിടെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പെട്ടെന്ന് കാണാൻ പറ്റും. കാരണം നമ്മുടെ ഡ്രസ്സും കാലൊക്കെ പെട്ടെന്ന് എടുത്തറിയുന്നതായതുകൊണ്ട് അവിടെ ഒളിച്ചിരുന്നൊരു കാര്യമില്ല. നമുക്ക് താഴെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അവിടെ നമ്മുടെ ചോപ്പ് താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതുണ്ട്. അതിൻ്റെ അകത്ത് കയറാൻ എനിക്ക് പറ്റുമോ തോന്നില്ല. അതുകൊണ്ട് അത് നോക്കണ്ട ഗൈസ്. പിന്നെ വേറെ എവിടെ പോയി വിളിക്കും? നമുക്ക് ഈ ഒരു മരത്തിന്റെ ഇടയ്ക്ക് വല്ലോ ഇരിക്കാം. മരത്തിന്റെ ഇടയ്ക്ക് ഇരുന്നതിനെ പെട്ടെന്ന് അങ്ങനെ ഫ്രാങ്ക്ലിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. കൂട്ടത്തിൽ ചെറുത് ഞാനായിക്കൊണ്ട് തന്നെ പെട്ടെന്ന് എന്തായാലും ഫ്രാങ്ക്ലിനെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കുറെ സ്ഥലങ്ങളിലൊക്കെ പോയി ഒളിച്ചിരിക്കാനും പറ്റും. ഞാൻ വിചാരിച്ചിരിക്കുന്ന ഈ ഒരു ചോപ്പിന്റെ ഒരു വീട്ടിന്റെ അകത്ത് കയറിയിരിക്കാനാണ്. ഇതില് നമുക്ക് കയറാൻ പറ്റുമോ തോന്നുന്നില്ല കേട്ടോ ഗൈസ്. എന്തോ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കയറാൻ പറ്റത്തില്ല. മിക്കവാറും ചോപ്പ് ഇവിടെ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ട് അണിയിൽ പോവുക ആണെങ്കിൽ ഇവിടെ ചുറ്റും കിടന്ന് ചോപ്പിന്റെ പൂപ്പും കാലം കിടപ്പുണ്ട്. ഈ ഒരു റൂമും തുറക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ റൂമിന്റെ അകത്ത് ഒരു സീക്രട്ട് റൂം എന്നാണ് പറയുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും പിന്നെ ഒരു ദിവസം വന്നിട്ട് നമുക്ക് സീക്രട്ട് റൂമും കാലൊക്കെ ഇപ്പൊ ഈ മതിൽ ചാടി വല്ല പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മതിലൊന്നും ചാടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ചെടിച്ചട്ടിയുടെ ബാക്കിൽ വല്ല ഒളിച്ചിരിക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഒളിച്ചിട്ട് ശരിയാകത്തില്ലല്ലോ. ഇവിടെ വിളിച്ചിരുന്നാലും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ നേരെ നമ്മളെ ആയി കാണും. ഓക്കെ, ഈ വെള്ള ചെടിച്ചട്ടിയുടെ ബാക്കിലിരിക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു വെള്ള നിക്കറും എൻ്റെ ശരീരം വെച്ച് പെട്ടെന്നൊന്നും ഫ്രാങ്ക്ലിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലായിരിക്കും. പണ്ടൊക്കെ ഫ്രീ ഫയറിൽ ഞാൻ ഭയങ്കര റെയർ ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഞാൻ റെയർ അല്ല. അതുകൊണ്ടായിരിക്കും ഇമാരൊക്കെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ എന്നെ വിളിക്കുന്നത്. നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൻ്റെ അവൻ്റെ റൂമിൽ തന്നെ ഒളിച്ചിരിക്കാനാണ് ആദ്യമേ പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ഒരു ഡ്രസ്സ് മാറുന്ന ഈ റൂമിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് അവന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലായിരിക്കും. മിക്കവാറും മണ്ടൻ ക്രിമിനലിനെ തന്നെ ആദ്യം കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മറ്റാരുമല്ല, നമ്മൾ യെല്ലോ ക്രിമിനലാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അവനാണ് തീരെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ എവിടെയൊക്കെ കാണുന്ന സ്ഥലത്തായിരിക്കും മിക്കവാറും കയറിയിരിക്കുക. എന്തായാലും നമ്മൾ അവസാനം ഫ്രാങ്ക്ലിനെ കണ്ടുപിടിക്കത്തുള്ളൂ. കാരണം അത് ഉറപ്പാണ്. നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിൽ ഒളിക്കാൻ നോക്കിയപ്പോൾ ഇവിടെ കമല ഇപ്പോൾ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, കമലയ്ക്ക് ഒരു കൂട്ടായിട്ട് നമുക്ക് ഈ ഒരു ട്രീൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ ബുഷിൻ്റെ ഇടയ്ക്കല്ലോ ഈ ട്രീൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് ഒളിച്ചിരുന്നേക്കാം. ഇതിപ്പോൾ എന്തായാലും ഷിൻചാൻ ടൈമും കാലം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ കുറേ രക്തം കിടക്കുന്നുണ്ട്, നിങ്ങൾ പേടിക്കുന്നുണ്ട്. ചെറിയൊരു ആക്സിഡൻറ്റും കാലൊക്കെ ഇടയ്ക്ക് നടന്നായിരുന്നു. അതെല്ലാം കഴിഞ്ഞിപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഷിൻചാനെയും അവൻ്റെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുന്ന ടൈമാണ്. നമുക്ക് എന്തായാലും ആദ്യം ഈ ഒരു വീടിൻ്റെ മുകളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം മുകളിൽ മിക്കവാറും ആ ഷിൻചാൻ കയറി ഒളിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. മിക്കപ്പോഴും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന ടൈമിൽ, അല്ലാത്തപ്പോഴൊക്കെ ഇവ മണ്ടയിൽ കയറി ഒളിച്ചിരിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കത്തില്ലെന്നാണ് ആദ്യമൊക്കെ നമ്മൾ മനസ്സിലാകത്തില്ല. എന്തായാലും ഇവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ ഈ ഒരു വട്ടം നമ്മളെന്തായാലും ഷിൻചാൻ മുകളിൽ കയറി ഒളിച്ചിട്ടില്ല. അവനെയാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത് കേസ്. ഓക്കെ, നോക്കാം. എന്തായാലും നമുക്ക് അടുത്തൊരു സൈഡിലോട്ടൊക്കെ നമുക്ക് ബാക്കിലൂടെ പാർട്ടിയാണ് നടക്കാൻ തോന്നുന്നു. അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലും നമ്മളെ ബാക്കിൽ നമ്മൾ ചിങ്കൻ സാർ നിൽപ്പുണ്ടല്ലോ. ഓക്കെ, എന്തായാലും ചിങ്കൻ സാറിനെ തന്നെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. ചിങ്കൻ സാർ നല്ല രീതിയിൽ ഓപ്പണിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പുള്ളിക്കാൻ ഒട്ടും ബുദ്ധിയില്ല. നമ്മളിൽ തോക്കുണ്ട്, പക്ഷേ തോക്ക് വെച്ച് ചിങ്കൻ സാറിനെ കൊല്ലുന്നില്ല. കാരണം പുള്ളിക്കാൻ നമ്മൾ ഗസ്റ്റ് ആയിക്കൊണ്ട് തന്നെ ഇപ്പം തൽക്കാലം നമ്മളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മളെ കമലപ്രയത്തിനെ
കണ്ടുപിടിച്ചാൽ ഒന്ന് കൊല്ലണമെന്നുണ്ട്. കമലേനെ കൊല്ലാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് നോക്കാം ഗൈസ്. ഇതാരാണ് ഗൈസ്? നൊബിത ഇവിടെ തന്നെ നിൽക്കുകയാണല്ലോ. അപ്പോൾ സിംഗസാറിനെയും അതുപോലെ തന്നെ നൊബിതേനെ നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നൊബിത ഒരിക്കലും വിചാരിച്ചാണത്തില്ല ഈ ഒരു ബുഷിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നു. പക്ഷേ അവൻ്റെ ഡ്രസ്സ് എല്ലോ ആയിക്കോട്ടെ തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആൾക്കാർ എവിടെയാണെന്ന് നമുക്ക് പയ്യനെ പോയി എന്തായാലും നോക്കാം. ഇവിടെ ചോപ്പിൻ്റെ ഈ ഒരു ഇതിൻ്റെ അകത്തൊക്കെ നമ്മളൊരു ബേബി കാലൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ ആരും കാണുന്നില്ല. സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ ബുഷിൻ്റെ ഇടയ്ക്കൊക്കെ നോക്കണം. കാരണം ബുഷിൻ്റെ ഇടയ്ക്ക് മിക്കവാറും നമ്മൾ ഷിൻചാൻ കയറി ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവനെ കുഞ്ഞായിക്കൊണ്ട് ജസ്റ്റ് അതിൻ്റെ അകത്ത് കയറി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഇനി നമുക്ക് വീണ്ടും അകത്തോട്ടൊന്ന് കയറണമെന്നുണ്ട്. വീണ്ടും അകത്ത് കയറണോ പുറത്ത് കയറണോ? അല്ല അകത്ത് ആരെങ്കിലും ഉണ്ടോ നമുക്കതിൽ തപ്പിയിടരാം. റൂം ആദ്യം നമുക്കൊന്ന് അരിച്ച് പറക്കണം. സോ റൂമിൽ നോക്കുവാണെങ്കിൽ ബെഡിൻ്റെ സൈഡിലൊന്നും ആരെയും കാണുന്നില്ല. ഇനി നമ്മൾ ഡ്രസ്സ് മാറുന്ന സ്ഥലത്തൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഗൈസ് ഇവിടെ നമ്മൾ യെല്ലോ ക്രിമിനൽ സൈഡിൽ നിൽപ്പുണ്ട്. സോ എന്തായാലും യെല്ലോ ക്രിമിനലിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒട്ടും വിചാരിച്ചാണെങ്കിൽ നമ്മൾ റൂമിൽ തന്നെ ആദ്യം കയറുന്നു. യെല്ലോ ക്രിമിനലിനെ എന്തായാലും എളുപ്പത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഗൈസ് ഇവർക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ അറിയത്തില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം കുറേ ഒളിക്കാൻ നമ്മൾ കിടിലം പോലത്തെ സ്ഥലങ്ങളുണ്ടായിട്ട് ഇവർ ഈ റൂമിൻ്റെ അകത്ത് കയറി ഒന്നിരുന്ന് ഒളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മിക്കവാറും ആൾക്കാരൊക്കെ ഇങ്ങനെ റൂമിൻ്റെ അകത്താണ് ഒളിച്ചിരിക്കാറ്. നിങ്ങളിപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന ടൈമിലാണ് ഏറ്റവും കൂടുതൽ എവിടെയാണ് ഒളിച്ചിരിക്കാറ് ഗൈസ്? റൂമിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിലായിരിക്കും. അങ്ങനെ ഒരിക്കലും ഒളിച്ചിരിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ഒളിച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്തായാലും നമ്മൾ അവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൻ്റെ സൈഡൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരണം. അവിടെ എവിടെയെങ്കിലുമൊക്കെ മിക്കവാറും ഷിൻചാൻ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഷിൻചാനാണ് ഈ വീടിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടായതുകൊണ്ട് അവന് കുറേ ഹൈഡിങ് സ്പോട്ട്സ് അറിയാം. സോ മിക്കവാറും ഷിൻചാനെ കണ്ടുപിടിക്കാനായിരിക്കും നല്ല പാട്. ഓക്കെ ഗൈസ് ഇവിടെ എന്തായാലും ഷിൻചാനില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ കാണുമെന്ന്. പക്ഷേ ഇവിടെ പോട്ടൊക്കെ തെള്ളിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലും ഒരാൾ കാണാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. എന്നാലും നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തൊന്നുകൂടെ ഒന്ന് നോക്കാം. നമ്മൾ നല്ല രീതിയിൽ നോക്കിയില്ലായിരുന്നു. എന്തായാലും സോഫ സെറ്റിൻ്റെ അവിടെ ഒന്നും ആരെയും കാണുന്നില്ല. അപ്പോൾ ഷിൻചാൻ ഇവിടെ കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഷിൻചാൻ അകത്തല്ലെന്നാണ് തോന്നുന്നത്. നമുക്കെന്തായാലും തിരിച്ചു പോവേണ്ടി വരും ഗൈസ്. നമ്മൾ നിരാശനായിട്ടുണ്ട്. കുഴപ്പമില്ല, അവനെ കണ്ടുപിടിക്കാനേ ഉള്ളൂ ഗൈസ്. ഗൈസ് ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഷിൻചാൻ ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്. പാവപ്പെട്ടം വിചാരിച്ചാണെങ്കിൽ നമ്മൾ ഇവനെ കണ്ടുപിടിക്കുന്നത്. ഷിൻചാനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ബാക്കി ഏകദേശം ഇനി കുറച്ച് പേരും കൂടെ ഉള്ളൂ. നമ്മളെ റെഡ് ക്രിമിനലിനെ കണ്ടുപിടിക്കണം. പിന്നെ നമ്മളെ വേറെ നമ്മളെ കമലേനെ കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ യെല്ലോ ബേബീനെ കൂടെ കണ്ടുപിടിക്കാനുണ്ട്. മിക്കവാറും ഈ ഹൈഡ് ആൻഡ് സീക്ക് പെട്ടെന്ന് തന്നെ തീരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ വിചാരിച്ചതൊക്കെ അത്രത്തോളം പാടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഷിൻചാനെ തല കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. ഞാൻ വിചാരിച്ച ഷിൻചാൻ ആയിരിക്കും ഈ ഹൈഡ് ആൻഡ് സീക്കിൽ ജയിക്കാന്ന്. കാരണം മിക്കപ്പോഴും ഷിൻചാനാണ് ഗൈസ് ഹൈഡ് ആൻഡ് സീക്കിൽ കളി ജയിക്കാറ്. ഇനി ബാക്കിയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് അകത്തിന് വേറെ ആൾക്കാരില്ല, എല്ലാവരും പുറത്തായിരിക്കും. പുറത്തിന് നമ്മൾ നോക്കാത്ത സൈഡ് എന്നൊക്കെ പറയുമ്പോഴേക്കും താഴെ നമ്മൾ നോക്കിയില്ലായിരുന്നു അല്ലേ? സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു സൈഡ് നോക്കിയില്ലായിരുന്നു. കിച്ചണൊക്കെ നോക്കിയതാണ്. പിന്നെ ഇവിടെ വന്ന് നോക്കിയിട്ടുള്ള കാര്യമൊന്നുമില്ല. സോ നമുക്ക് എന്തായാലും താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം. സ്വിമ്മിംഗ് പൂളൊക്കെ നല്ല ചൂടായിരിക്കും ഗൈസ്. എന്തായാലും നമുക്കൊന്ന് കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളൊന്ന് കയറി ഇറങ്ങണം, അല്ലെങ്കിൽ വേണ്ടല്ലേ? ഓക്കെ എന്തായാലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ എവിടെയെങ്കിലൊക്കെ ആരെങ്കിലും കാണുമായിരിക്കും. മിക്കപ്പോഴും നമ്മൾ മെസ്സിയെ കാടാണ്. അതേപോലത്തേക്ക് മെസ്സി ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഗൈസ് ഇവിടെ നമ്മളെ പോട്ടിൻ്റെ ബാക്കിൽ നമ്മൾ ബേബി ഒളിച്ചിരിപ്പുണ്ട്. സോ ബേബീനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലാം ബേബി വിചാരിച്ചാണത്തില്ല ഗൈസ്. പ്രേതത്തിനെ പോലെ വന്ന് പേടിപ്പിക്കാനൊക്കെ നോക്കിയാണ്, പക്ഷേ ഒത്തിട്ടില്ല. ബേബിനെ ഇപ്പോൾ നമ്മൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ബേബിക്ക് ഒട്ടും പേടിയില്ല കേട്ടോ. നമ്മൾ ഗൺ എയിം ചെയ്തിട്ട് പോലും ബേബിക്ക് ഒരു അനക്കം പോലും ഇല്ല. സോ ബേബിക്ക് ഒട്ടും പേടിയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് എന്തായാലും ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ ഒന്ന് നോക്കണം. അവരിനി എവിടെ ആയിരിക്കും എന്തോ ഗൈസ്. സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിലല്ല ആരെങ്കിലും കാണാം. നമുക്ക് എന്തായാലും സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിൽ നോക്കാം. കാരണം കമലയ്ക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ ഒളിച്ചിരിക്കാന്നേ ഉള്ളൂ ഗൈസ്. എന്തായാലും നമ്മൾ നനൻ്റെ മിച്ചം കമലയൊന്നും അവിടെ ഇല്ല. അപ്പോൾ എന്തായാലും കമല ഇനി എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നത് വരെ നമുക്ക് ഒരു സമാധാനം കിട്ടത്തില്ല. അവളെ വേണം നമുക്ക് കൊല്ലാൻ ഗൈസ്. ഈ ഒരു ഹൈഡ് ആൻഡ് സീക്കിൽ കമലയ്ക്ക് എന്തായാലും കൊല്ലണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് ഈ ഒരു ബാക്ക് സൈഡ് മാത്രമേ ഉള്ളൂ. ബാക്ക് സൈഡിൽ താഴെയൊന്നും ആരും ഇറങ്ങാനുള്ള ചാൻസ് ഇല്ല. എന്നാലും നമുക്ക് താഴെ നിന്ന് ഇറങ്ങി നോക്കാം ഗൈസ്. ഇനി പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെയൊക്കെ വേണമെങ്കിൽ ആൾക്കാർ ഒളിച്ചിരിക്കും. ഈ ഒരു ഹൈഡ് ആൻഡ് സീക്ക് കുറച്ച് വെറൈറ്റി ആയിക്കൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഒളിച്ചിരിക്കുന്ന ഒരു പിടുത്തമില്ല. ഈ മരത്തിൻ്റെ ഇടയ്ക്ക് ഗൈസ് ഇത് ബാക്കിൽ ആരാണ്? ഈ ബാക്കിൽ നമ്മളെ റെഡ് ക്രിമിനലാണ് ഗൈസ്. ഓക്കെ റെഡ് ക്രിമിനലിനെ കണ്ടിട്ടുണ്ട്. ഇനി ഒരാൾ നമ്മളെ കമലയാണ്. കമല ചേച്ചിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കമല ചേച്ചിനെ കമല ചേച്ചി തന്നെയാണ് വിന്നർ ഗൈസ്. അവസാനം കമല ചേച്ചി കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞ ഹൈഡ് ആൻഡ് സീക്കിൽ കമല ചേച്ചി തന്നെയായിരിക്കും മിക്കവാറും വിന്നർ ആവാനുള്ള ചാൻസ് കൂടുതലാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ദാ നിൽക്കുന്നു ഗൈസ്. രണ്ടുപേരും റെഡ് കളർ ആയിക്കൊണ്ട് കമലേൻ്റെ സാരി റെഡാണ്, റെഡ് ക്രിമിനൽ റെഡാണ്. സോ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നതാണ്. നമുക്കതിൽ കമലിനെ നയിച്ചിട്ട് കൊല്ലാൻ നോക്കാം. കമലയാണെങ്കിൽ എല്ലാവരും ഇട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി എന്നിട്ട് കമലിനെ കൊല്ലാൻ നോക്കണം. പക്ഷേ കമൽ ചാവത്തില്ല, നിങ്ങൾക്ക് അറിയാലോ. കാരണം കമല ഒരു പ്രേതമായിക്കൊണ്ട് തന്നെ കമല ആൾറെഡി ഒരു ചത്തയാണ്. ഈ കമലെ കൊല്ലാനൊന്നും പറ്റത്തില്ല. സോ എന്തായാലും നമ്മൾ അവസാനം കമലയാണ് ഹൈഡ് ആൻഡ് സീക്ക് കാലം ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ആരെയൊക്കെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണോ അതോ നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തണോ വേണ്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോക്ക് ഒരു 100 ലൈക്ക് ആവുകയാണെങ്കിൽ നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ ഫുൾ വീഡിയോയും കാലൊക്കെ ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.